ബൊട്ടാനിക്കൽ ഗാർഡനും റോസ് ഗാർഡനും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു ഗാർഡൻ ഊട്ടിയിലുണ്ട്, അതാണ് ആർബോറിറ്റം. അതൊന്ന് നമുക്ക് കാണാം. ഇത് ആർബോറിറ്റം മാത്രമല്ല, ഡോഗ് പാർക്ക് കൂടിയാണ്. ആർബോറിറ്റത്തെ മരങ്ങളുടെയും കുറ്റിച്ചെടികളുടെയും മ്യൂസിയം എന്ന് വിളിക്കാം. ഊട്ടിയിലെ ഫേമസ് ആയ ബൊട്ടാനിക്കൽ ഗാർഡൻ കൂടുതലായും ചെടികൾക്കും പൂക്കൾക്കും പുൽത്തകിടികൾക്കുമാണ് പ്രാധാന്യം നൽകുന്നത്. ബൊട്ടാനിക്കൽ ഗാർഡനിൽ മരങ്ങളില്ല എന്നല്ല, പക്ഷെ കൂടുതൽ പ്രാധാന്യം നേരത്തെ പറഞ്ഞതിനാണ്. ഈ ഒരു ആർബോറിറ്റം നീലഗിരിയിലെ നേറ്റീവ് ട്രീസിനെ സംരക്ഷിക്കാനാണ് നിലകൊള്ളുന്നത്. നീലഗിരി മലനിരകളിലുള്ള വംശനാശ ഭീഷണി നേരിടുന്ന കുറേ മരങ്ങൾ ഇവിടെയുണ്ട്. ആർബോറിറ്റം ശരിക്കും മരങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു റിസർച്ച് ഫെസിലിറ്റി കൂടിയാണ്. പക്ഷേ ഇവിടെ അങ്ങനെ റിസർച്ച് ഒന്നും നടക്കുന്നതായി എനിക്ക് തോന്നുന്നില്ല. കൂടുതലായും ഇത് വംശനാശം നേരിടുന്ന വൃക്ഷങ്ങളെ സംരക്ഷിക്കുന്ന ഒരു പാർക്കായാണ് എനിക്ക് തോന്നിയത്. ഇത് ഡോഗ് പാർക്ക് കൂടെയാണ്. ഇവിടെ ഡോഗ്സിനെ ഫ്രീ ആയി വിടാമെന്നൊക്കെ കണ്ടപ്പോൾ ഇനി ടിക്കറ്റ് എടുത്ത് പട്ടിയുടെ കടി മേടിക്കണമോ എന്ന് വരെ ഞാനൊന്ന് ചിന്തിച്ചു പോയി. കാര്യം ശരിയാണ്, പട്ടികൾക്ക് ഫ്രീ ആയി റോം ചെയ്യാം. അവർക്കായി ഒരു ബാരിക്കേഡഡ് ഏരിയ ഉണ്ട്, അതിനുള്ളിൽ അവർക്ക് ഫ്രീ ആയി റോം ചെയ്യാം. ചെറിയ പട്ടികൾക്കും വലിയ പട്ടികൾക്കും സെപ്പറേറ്റ് ഏരിയ ഉണ്ട്. നമ്മൾ മനുഷ്യർക്ക് നടക്കാനായി പാത്വേയും ലോണും എല്ലാം ഉണ്ട്. പട്ടികളുടെ ഇൻ്റർഫിയറൻസ് ഉണ്ടാകില്ല. ഞാനിവിടെ എത്തിയത് നട്ടുച്ചയ്ക്കാണ്, അതുകൊണ്ട് മഷിയിട്ട് നോക്കിയിട്ട് പോലും ഒരു പട്ടിയെ പോലും കണ്ടില്ല. മേ ബി മോർണിംഗ് ഒക്കെ വന്നാൽ ഇവിടെ പല ടൈപ്പ് പട്ടികളെ കാണാൻ പറ്റുമായിരിക്കും. ഞാൻ പട്ടി എന്ന് പറയുന്നത് പട്ടി സ്നേഹികൾക്ക് ഇഷ്ടപ്പെടുമോ എന്നറിയില്ല. വാച്ച് യു മൗത്ത് എന്നൊക്കെ എന്നോട് പറയുമോ ആവോ. സത്യം പറഞ്ഞാൽ ഇത് കണ്ടിട്ട് ബൊട്ടാനിക്കൽ ഗാർഡൻ പോലെ മറ്റൊരു പാർക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇവിടെ റിസർച്ച് ഒന്നും നടക്കുന്നില്ലെങ്കിലും മരങ്ങളുടെ ശാസ്ത്രനാമമൊക്കെ മരത്തിൽ ടാഗ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് പക്ക ശാന്തമായ സ്ഥലമാണ്. ബൊട്ടാനിക്കൽ ഗാർഡനെ പോലെ തിരക്കില്ല. ഇവിടെയുള്ള എംപ്ലോയീസ് ഈസിലി വിസിറ്റേഴ്സിനെ ഔട്ട് നമ്പർ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഉച്ചയായതുകൊണ്ടായിരിക്കാം. വലിയ തിക്കും തിരക്കും ഇല്ലാത്തതുകൊണ്ട് ഫോട്ടോഗ്രാഫിക്ക് നല്ല സ്ഥലമാണിത്. ഫോട്ടോ ബോംബ് ചെയ്യാൻ ആരും കാണില്ല. അടിപൊളി സീനിക് ബാക്ക്ഗ്രൗണ്ടുള്ള ഫോട്ടോയും കിട്ടും. ബേഡേഴ്സിനും പറ്റിയ സ്പോട്ടാണിത്. മോർണിംഗ് ടൈമിൽ ഇഷ്ടംപോലെ പക്ഷികൾ വരുന്ന ഒരു സ്ഥലമാണിതെന്നാണ് ടിക്കറ്റ് കൗണ്ടറിലിരുന്ന് ഇവരുടെ എംപ്ലോയി എന്നോട് പറഞ്ഞത്. ഈ ആർബോറിറ്റത്തിൻ്റെ ടോട്ടൽ ഏരിയ ഏകദേശം 3 ഏക്കറുണ്ട്. ഇതിന് തൊട്ടടുത്തായാണ് ലേക്ക്. അതുപോലെ തന്നെ നീൽഗിരി മൗണ്ടൻ റെയിൽവേൻ്റെ ട്രാക്കും ഇതിന് തൊട്ടടുത്തൂടെ പോകുന്നുണ്ട്. ട്രെയിൻ പോകുന്ന ടൈമാണെങ്കിൽ ട്രെയിൻ ഇങ്ങനെ ലേക്കിൻ്റെ സൈഡിലൂടെയും ഈ ഒരു ആർബോറിറ്റത്തിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്നത് കാണാം. ഈ പ്രദേശത്തെ വെള്ളം ഊട്ടി തടാകത്തിലേക്ക് ഡ്രെയിൻ ആകുന്നതിന് മുമ്പ് ആ വെള്ളം ഫിൽറ്റർ ചെയ്ത് പ്യൂരിഫൈ ചെയ്യുന്നത് ഇവിടെയുള്ള മരങ്ങളാണ്. അങ്ങനെ കെമിക്കൽസും മറ്റ് ഇമ്പ്യൂരിറ്റീസും ലേക്കിലേക്ക് എത്താതിരിക്കാൻ ഇവിടെയുള്ള മരങ്ങൾ സഹായിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ മരങ്ങളെ ഹൈഡ്രോളിക് എഞ്ചിനീയേഴ്സ് എന്നും വിളിക്കാം. അതുകൂടാതെ ഗ്രൗണ്ട് വാട്ടർ റീചാർജ് ചെയ്യാനും ഇവിടെയുള്ള മരങ്ങൾ സഹായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഊട്ടിക്കൊരു വരമാണി ആർബോറിറ്റം. ഇവിടെ ഇഷ്ടംപോലെ മരങ്ങളുണ്ട്. മരങ്ങളുടെ ചോട്ടിൽ ബെഞ്ചും. അപ്പം അധികം വെയിലടിക്കാതെ ഊട്ടിയുടെ ആ ഒരു ചിൽനെസ് ആസ്വദിക്കണമെങ്കിൽ ഇവിടെ വരാം. ഇവിടെ രാവിലെയൊന്നും അധികം തിരക്കില്ല. ഇപ്പോൾ ഏകദേശം സമയം ഉച്ചയാണ്. ഉച്ചയ്ക്കും അധികം തിരക്കില്ല. അതുകൊണ്ട് ഇങ്ങനെ വെറുതെ ചില്ലായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ, വലിയ വെയിലടിക്കാതെ ചില്ലായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ തണൽ കണ്ടുപിടിച്ചാൽ മതി. അതിൻ്റെ അടിയിലുള്ള ബെഞ്ചിലിരുന്ന് നല്ല സുഖമായിട്ട് ആ ഒരു ചിൽനെസ് ഉള്ള വിൻഡ് ആസ്വദിക്കാം.